رمضان كريم حبيبي رمضان كريم. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെ വീട്ടിലെ ഫസ്റ്റ് റമദാൻ ആയതുകൊണ്ട് തന്നെ ഒരു നോമ്പ് തുറപ്പിക്കൽ ഉണ്ടാക്കണം എന്നുള്ളത് മനസ്സിൽ കരുതിയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. റമദാൻ 1 മുതൽ ഈ ഒരു ഡേറ്റ് ഫിക്സ് ആക്കാൻ തുടങ്ങിയതാണ്. 21ാമത്തെ നോമ്പിനായിരുന്നു അത് സാധ്യമാക്കാൻ പറ്റിയത്. എനിവേ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇപ്പച്ചി ഞാനും കൂടെ തലേന്ന് തന്നെ ഉള്ളി തൊലിക്കലും അരിയലും ഒക്കെ കഴിച്ചു വെച്ചിരുന്നു. ഇതിപ്പം രാവിലെ തന്നെ ബീഫൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ കണ്ണപ്പം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഒരു മാവ് സെറ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള പച്ചരിയൊക്കെ ഓൾറെഡി കുതിർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള തേങ്ങയും ഒരു മുട്ടയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം അങ്ങോട്ട് അരച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പം ചെറിയ ജാറായതുകൊണ്ട് തന്നെ നമ്മൾ 2 ട്രിപ്പാക്കിയിട്ടാണ് അരക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തതിന് കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മൾ 2 ട്രിപ്പാക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇതാ അവിടെ അരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് ഇതാ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കന്നെ. ദെൻ ബാക്കിയുള്ള അരിയും കൂടെ അങ്ങോട്ട് അരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കണില്ല. ഇതിലേക്ക് ആകെ കൂടെ ഒരു മുട്ട മതി നമുക്ക്. സോ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കണേ, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിക്കണം. നേരത്തെ മുട്ട ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. അതിൽ തന്നെ അരച്ച് സെറ്റായി കിട്ടിയിരുന്നു. ഇതിപ്പം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓട്ടടമാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു ലെവലിൽ മതി. ഒരുപാട് അങ്ങോട്ട് കട്ടിയാവണ്ട, എന്നാൽ ലൂസും ആവണ്ട. മാവിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ. അതായത് നമ്മൾ തലേ ദിവസം ആക്കി വെച്ചതേനല്ലോ ഉള്ളി കാര്യങ്ങളൊക്കെ. ദെൻ വാട്ടർമെലൻ ജ്യൂസാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യണത്. സോ അതിനുള്ള വാട്ടർമെലനൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ ഉപ്പച്ചി. അതായത് നമ്മൾ ആ വൈകുന്നേരം ആ ഒരു നേരത്തും കൂടെ എല്ലാം കൂടെ മൊത്തം തിരക്കായി പോകും. അപ്പോൾ അതിൻ്റെ ആ നേരത്തുള്ള ആ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ നമ്മളിതൊക്കെ ചെയ്ത് വെക്കുന്നത്. പിന്നെ കറണ്ടിൻ്റെ കാര്യമാണ്, ഒട്ടും വിശ്വസിക്കാനും പറ്റില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തോലൊക്കെ രാവിലെ വരാമെന്ന് പറഞ്ഞതേനു. ഞാൻ വരണ്ടാന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ തൽക്കാലം നേരത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഓല് വരാത്തത് കേട്ടോ. പിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും തന്നെ പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരണ്ട എന്നുള്ളത്. കാരണം എനിക്കിതൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണം, എല്ലാവരും കൂടെ. അതായത് 2-3 ആൾ ഏറിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഇട്ടു എന്തൊക്കെ ഇട്ടില്ല എന്നൊന്നും ഓർമ്മ കിട്ടൂല. ദെൻ നമ്മളിതാ ബീഫ് വരട്ടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ബീഫിനൊക്കെ അങ്ങോട്ട് വേവിച്ച് വെക്കണ്ടേ. അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല പൗഡറുകളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മെനു എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. സുർബിയാൻ റൈസ് ആണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ടുള്ള സംഭവം. പിന്നെ അതിലേക്ക് നമ്മൾ ബീഫ് വരട്ടും റെഡിയാക്കുന്നുണ്ട്, ജ്യൂസും തരി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്നാക്സായിട്ട് ഇറാനി പോള, കണ്ണപ്പം, കൊക്കുവട, ഇത്രയും സംഭവങ്ങളാണ്. ചിക്കൻ ആയാലും ശരി ബീഫായാലും ശരി ഒക്കെ പിച്ചി രാവിലെ തന്നെ കഴുകി സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. സോ ഒരു ഭാഗത്ത് നമ്മൾ ബീഫും വെച്ചിട്ടുണ്ട്. മറ്റേത് നമ്മൾ സുർബിയാനുള്ള റൈസ് ഉണ്ടല്ലോ അത് കുക്കറിലാണ് സെറ്റ് ചെയ്യണത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയലുണ്ട്, നമുക്ക് ഇവിടെ വിറകടുപ്പ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കൽ എന്നുള്ളത്. ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്, ആണുങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് എൻ്റെ ഒപ്പം മാറി നിൽക്കൂല കേട്ടോ. നമ്മളിങ്ങനെ കിച്ചണിൽ കിടന്നിട്ട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഉപ്പച്ചിക്ക് അത് ഭയങ്കര ഇടങ്ങാറാണ്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അതായത് എൻ്റെ അമ്മാനി നല്ലോണം ഹെൽപ്പാക്കി കൊടുക്കലുണ്ടായിരുന്നു ഉപ്പച്ചി. സോ വത്തക്കക്കട്ടയിലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നേരെ ജ്യൂസൊക്കെ അടിച്ച് സെറ്റാക്കി തരുന്നുണ്ട്. ഞാൻ എഴുതി കൊടുത്ത ലിസ്റ്റ് പ്രകാരം ഈ ഒരു നോമ്പുതുറ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ ഹസ്ബൻഡ് രാവിലെ തന്നെ കൊടുന്ന് സെറ്റാക്കിയതുകൊണ്ട്, രാവിലെ അല്ല തലേന്ന് തന്നെ കൊടുന്ന് തന്നീനു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത് തീർത്താൽ മതി. അതായത് ഉണ്ടാക്കാനുള്ള കട ഉണ്ടാക്കിയാൽ മതി. സാധനങ്ങളൊക്കെ ഇവിടെ അകത്തുണ്ടല്ലോ, അപ്പോൾ അതും ഒരാശ്വാസം. ഇറാനി പോളയ്ക്കും കണ്ണപ്പത്തിനും കൂടെ കൂടിയിട്ട് ഞാൻ സെയിം ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. സോ അതിലേക്ക് 2 കൂടെ ഉള്ള ചിക്കനാണ് കേട്ടോ ഇത്. അതായത് ബോൺലെസ് ചിക്കനാണ്. ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് പൊരിച്ചെടുക്കണം. ഇത് പൊരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനിയിപ്പം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി. അതായത് ജസ്റ്റ് ഫ്രൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ.
സുറുബിയാൻക്കുള്ള ഉള്ളി മാത്രമേ നമ്മൾ തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നേ. ഇതിപ്പം ജസ്റ്റ് ചോപ്പറിലിട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് കണ്ണപ്പത്തേക്കും ഇറാനി പോളേക്കും കൂടിയിട്ടുള്ള ആ ഒരു ഉള്ളി അതിങ്ങനെ കുനുകുനാന്നെരിഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ചോപ്പറിലിട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ദാ സുറുബിയാനുള്ള ആ ഒരു റൈസ് അത് 2 ട്രിപ്പാക്കിയിട്ട് വേവിക്കണം. നമ്മളെടുത്ത് ഉള്ള കുക്കർ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 വട്ടാക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണത്. ഇവിടെ ദാ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതും ഒരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു സെയിം പാനിൽ തന്നെയാണ് നമ്മൾ അതിലേക്കുള്ള മസാലയും കൂടെ സെറ്റ് ചെയ്തെടുക്കണത്. അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച സ്ഥിതിക്ക് നമ്മൾ അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വയറ്റി സെറ്റാക്കി എടുക്കണം. ഒന്നങ്ങോട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ഇതിലേക്ക് വേറെയും കുറച്ച് സംഭവങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട്, അതായത് മസാല പൗഡറുകൾ, ഉപ്പ്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ചിക്കൻ മസാല, അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ആ ഒരു പ്രകാശക്കുറവ് ഇതിൽ നിങ്ങൾക്ക് കാണാണ്ടാവും. കറണ്ട് വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ചോപ്പറിലിട്ടിട്ട് തന്നെയാണ് ഈ ചിക്കനും പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. സോ അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഫില്ലിങ്, അതായത് കണ്ണപ്പത്തേക്കും ഇറാനി പോളേക്കും കൂടെ ഇട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്കിതിപ്പോൾ എന്താ സംഭവം എന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഇനിയിപ്പോൾ കഴിക്കാനായാലും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. സോ ട്രൈ ആക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. എക്സ്പെഷ്യലി കണ്ണപ്പം നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. ഇനിയിപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ബീഫ് വെച്ചിട്ടായാലും ശരി, ചെമ്മീൻ വെച്ചിട്ടായാലും ശരി ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടം. ഇഡ്ഡലി ചെമ്പിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇഡ്ഡലി തട്ടൊക്കെ ഇവിടെ സെറ്റാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള മാവൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ നടുക്കൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. സ്പൂണോണ്ട് ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട് റെഡി ആവണില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളി. അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ മസാല നന്നായിട്ട് അങ്ങോട്ട് എത്തുകയും ചെയ്യും. എണ്ണയിൽ മുക്കി പൊരിച്ച ഐറ്റം അല്ലാത്തതുകൊണ്ട് തന്നെ സംഭവം കുറച്ചൊക്കെ ഹെൽത്തിയാണ്. അതായത് ഓയിൽ ഫ്രീ എന്നൊന്നും പറയാൻ പറ്റൂല. നമ്മൾ ജസ്റ്റ് മസാല വഴറ്റാനൊക്കെ ഇപ്പോൾ എണ്ണയിൽ തന്നെയാണല്ലോ, അതിൽ ഒരുപാടൊന്നും വേണ്ട. എന്നാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി, ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കി കേട്ടോ. ഇതിപ്പം ഇഡ്ഡലി തട്ടിൽ സെറ്റ് ആക്കണതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് കുറേ സാധനം കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതവിടെ അങ്ങോട്ട് ആക്കാൻ വെച്ചിട്ടുണ്ട്. അതിനെ തന്നെ നോക്കി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അതവിടെ കിടന്ന് അങ്ങോട്ട് ആയിക്കോളും. സോ നമ്മളിതാ ഇറാനി പോളയ്ക്കുള്ള ആ ഒരു മാവ് ഇവിടെ സെറ്റാക്കി വെക്കുവാണേ. അതായത് ഒരു 2-3-4 മുട്ട എങ്ങാണ്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ 2 ഇറാനി പോളയാണ് ഉണ്ടാക്കുന്നത്. സോ 4 മുട്ട കേട്ടോ, മൊത്തം 4 മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയണോല് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ കേട്ടോ. ഒരു നിർബന്ധമില്ല ഇത് കാണണം എന്നുള്ളത്. ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ സ്റ്റൈൽ പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ റെസിപ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ മുട്ടയും പാലും മൈദപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങോട്ട് സെറ്റായി കിട്ടണമല്ലോ. എനിവേ നമ്മൾ പാൻ ഇവിടെ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഓയിൽ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് നമ്മൾ 2ക്കും കൂടെ ആണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിക്കും ഈ ഫില്ലിങ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതും നമ്മളിതാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഈ മാവ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഈ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള മാവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകൾക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകൾക്കും കുറച്ചും കൂടെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. അത് നമ്മൾ ജസ്റ്റ് ഒരു ഭംഗിയാണ് കാണാൻ. പിന്നെ അതിൻ്റെ ചോയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ആഡ് ചെയ്ത് കൊടുത്തോളി. ഇതിപ്പോൾ നമ്മളെ കയ്യിൽ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്തു എന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കലില്ല കേട്ടോ. അങ്ങനെ പോളയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ താഴെ നമ്മൾ നമ്മുടെ ദോശത്തവയും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഡയറക്റ്റ് ഇതിലേക്ക് ഇങ്ങോട്ട് തീ വരുമ്പോൾ കരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കേക്ക് പരുവത്തിൽ ഒരുപാടൊന്നും കരിയാണ്ട് നല്ല വൃത്തിക്ക് കിട്ടും. അപ്പോഴേക്ക് ഇവിടെ നമ്മുടെ എന്ത് റെഡി ആയിട്ടുണ്ട്, കണ്ണപ്പം റെഡി ആയിട്ടുണ്ട്.
അത് ജസ്റ്റ് ഒന്ന് ചൂടൊക്കെ ഒന്ന് വിട്ട് തണുപ്പായതിന് ശേഷം നമ്മളിതാ നേരെ ഈ പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ട്രിപ്പൊക്കെ ഇങ്ങനെ ആക്കി നമ്മളിതിങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ട്രിപ്പിൽ തന്നെ കുറേ എണ്ണം കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ പരിപാടി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തീരുമാനമാവും. അതായത് സ്നാക്സ് ഉണ്ടാക്കൽ എന്നും പറഞ്ഞിട്ട് കുറേ നേരം അതിന്മേൽ തന്നെ മെനക്കെടേണ്ട ഒരാവശ്യമില്ല. ഇവിടെ ഇപ്പം ഫസ്റ്റ് ട്രിപ്പ് ഇറാനി പോളതാ തീരുമാനമായിട്ടുണ്ട്. അതായത് വെന്ത് സെറ്റായിട്ടുണ്ട് ഒരു സൈഡ് കേട്ടോ. അപ്പോൾ മറ്റേ സൈഡും കൂടെ നമ്മൾ വേവിക്കണമല്ലോ. അപ്പോൾ അത് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടെ അങ്ങോട്ട് സെറ്റാവട്ടെ. അതും കൂടെ വെന്ത് സെറ്റായതിന് ശേഷം നമ്മളിതാ ഒരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ കരിയാണ്ട് ഒരുപാട് അങ്ങോട്ട് മൊരിയാണ്ട് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം 2 എണ്ണമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നാലും ഇത് എല്ലാവർക്കും എത്തുള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, എന്നാലും ഒരു 10-20 ആൾക്കാർ എന്തായാലും ഉണ്ടാവും. ഒരു 15 ആൾക്കാർ, കുട്ടികളടുക്ക് ഒരു 10-20 ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഓൽക്കൊക്കെ ഇത് എന്തായാലും തികയും. അതിനനുസരിച്ചാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. കട്ടിങ് പ്രോസസ്സിലോട്ട് നമുക്ക് കടക്കാം. അതായിട്ടില്ല, ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം അതൊക്കെ ആക്കിയ സ്ഥിതിക്ക്, അതായത് നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നേരെ റൈസിൻ്റെ പരിപാടിയിലോട്ട് പോയിട്ടുണ്ട്. സുറുബിയാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ അതിലോട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മളിത് നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ആണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. രണ്ടും കൂടെയാണ് മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. അത് സെറ്റാക്കിയതിന് ശേഷം നമ്മളിതാ നേരെ ഉള്ളി പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇതിൻ്റെയൊക്കെ കറക്റ്റ് റെസിപ്പി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചാനൽ ഫോളോ ചെയ്തോളൂ. ഇതിൽ ഞാൻ എൻ്റെ സ്റ്റൈലിലുള്ള കുറച്ച് സംഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ഏതൊരു ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടാവുമല്ലോ, ആ ഒരു മെത്തേഡേ നമ്മൾ ഫോളോ ചെയ്യുള്ളൂ. അത് പ്രകാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നേരത്തെ കാലത്ത് തന്നെ വരണ്ട, തൽക്കാല നേരത്ത് വന്നാൽ മതി എന്ന് ഞാനൊരു 10-15 പ്രാവശ്യം പറഞ്ഞതേനെ. എന്നാലും ഏകദേശം ഒരു ഉച്ച തിരിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ കാലത്ത് ഇവിടെ വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല. നമുക്കുണ്ടല്ലോ എനിക്ക് എല്ലാ ഫുഡും ഞാൻ തന്നെ ഉണ്ടാക്കണമെന്ന് ഒരേ ഒരു നിർബന്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ അതിലേക്ക് ഒരാൾ കൂടി തരുന്നത് പോലും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആരോടും നേരത്തെ വരണ്ട, തൽക്കാലം നേരത്തെ വന്നാൽ മതി എന്ന് പറഞ്ഞത്. താത്തത് അവിടെ പൊട്ടാറ്റോ ഒക്കെ റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ അടുത്ത് ചെറിയ കുട്ടിയുള്ളതല്ലേ, അപ്പോൾ ഓൾക്ക് അവിടെ നിന്നിട്ട് ഒരു സമാധാനം ഇല്ലായിട്ടാണ് വന്നത്. എനിവേ നമ്മളിതാ ഫുഡിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കും നമ്മൾ ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വളരെ കുറച്ച് മല്ലിപ്പൊടി പേരിന് മാത്രം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ തൈരിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം തന്നെ അരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സുറുബിയാൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ ആണേനും എന്നാൽ അല്ലേനും അങ്ങനെയാണ് കിടക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു മസാലയിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് എന്ന് മാത്രം, എന്നാൽ ഒരുപാട് അങ്ങോട്ട് മാറ്റമില്ലേനും ആ ഒരു തോതിലാണ് കേട്ടോ. ഇതിപ്പോൾ ഒക്കെ ഞാൻ തന്നെ പറയണുണ്ടല്ലേ. എനിവേ ഈ ഒരു അരപ്പുണ്ടല്ലോ അത് നമ്മൾ ചിക്കനിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഉള്ളി പൊരിച്ച സമയത്ത് നമ്മളെല്ലാം എല്ലാം അരച്ചിട്ടില്ലായിരുന്നു, കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്, അതായത് ആ മാറ്റി വെച്ച ഉള്ളി. പിന്നെ ആ പൊരിച്ചപ്പോഴുള്ള ഓയിൽ ഉണ്ടല്ലോ ബാക്കി വന്നേ, അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും പൊട്ടാറ്റോയും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കന്നെ. ദെൻ നമ്മൾ ബിരിയാണി മസാല, അതായത് നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജാതിക്ക ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊടിച്ചിട്ടുള്ള ആ പൗഡറും കൂടെ അതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എൻ്റെ നാത്തൂനാണെങ്കിൽ എന്താപ്പം ഞാൻ എടുക്കുക, എന്താപ്പം ഇനി ഇവിടെ ചെയ്യാനുള്ളതെന്ന് നോക്കി നടക്കേനെ. അപ്പോഴാണ് ആൾ തൈരുണ്ടാക്കിയിട്ടില്ല എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് അത് അവിടെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സുർബിയാനാണെങ്കിലും വേറെ എന്ത് റൈസാണെങ്കിലും ഇത് മസ്റ്റാണല്ലോ. സോ നമ്മൾ ബീഫ് രാവിലെ തന്നെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് തൂമിച്ചിട്ടില്ലായിരുന്നേ. ഈ ചെറിയ ഉള്ളി അരിഞ്ഞ് തൂമിക്കുമ്പോൾ അത് ആക്ച്വലി പണ്ട് തൊട്ടേ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് പഴയ സ്റ്റൈലാണെന്നുണ്ടെങ്കിലും ചെറിയ ഉള്ളിയിലാണ് നമ്മൾ തൂമിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു വേറെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതാ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് അതൊക്കെ നല്ല മുരിഞ്ഞ് സെറ്റായതിന് ശേഷം നമ്മൾ നേരെ കുക്കറിന്ന് ഈ ബീഫ് അങ്ങോട്ട് ഇതിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വയറ്റി സെറ്റാക്കി തന്നെ ഈ പാത്രം അങ്ങോട്ട്
പൊടിയട്ടെ വിചാരിച്ചിട്ടായിരുന്നു ഇത് നമ്മൾ ലാസ്റ്റിലോട്ട് മാറ്റി വെച്ചത്. അതായത് ഇത് ഈ കടന്നിട്ട് ഇങ്ങോട്ട് ഇത് നെരിഞ്ഞ് വെള്ളമൊക്കെ ഇങ്ങോട്ട് വറ്റി വരണം. ഒരുപാട് അങ്ങോട്ട് വറ്റിക്കണില്ല, കാരണം നമ്മൾ പത്തിരി പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രേവി പോലെ, അതായത് പത്തിരി കൂട്ടുന്നവർക്കും കൂടെ അത് യൂസ് ആക്കാം എന്നുള്ള ലെവലിലേക്കാണ് ചെയ്യണത്. അപ്പോൾ അതവിടെ കിടന്ന് സെറ്റാവട്ടെ. അന്നേരം നമ്മളിതാ ഇവിടെ മസാല പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഉണ്ടല്ലോ, അതായത് സുർബിയാൻ്റെ, അതിവിടെ ആക്കുവാണ് കേട്ടോ. ഇത് ഒരുപാട് ടൈം, അതായത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതായത് എല്ലായിടത്തേക്കും നല്ലോണം പിടിക്കുമല്ലോ. ഇതിപ്പോൾ ആ ഒരു ടൈം നമുക്കില്ലാത്തതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് എങ്ങാണ്ട് മാത്രമേ ഇത് വെച്ചിട്ടുള്ളായിരുന്നേ. അപ്പോൾ കുറച്ചും കൂടെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അത് അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബീഫും അവിടെ അതാ സെറ്റായിട്ടുണ്ട്. പിന്നെ പാത്രം മോറൽ കാര്യങ്ങളൊക്കെയാണ് പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ബാക്കി പരിപാടികൾ. സോ അതിതവിടെ ആൾ മോറിക്കൊണ്ടിരിക്കുവാണ്. ഇത് പിന്നെ എത്ര പണി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതിനൊരു കുറവുണ്ടാവില്ല. അതിനിപ്പോൾ എല്ലാ വീട്ടിലും തന്നെ ഇക്കാരം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് തരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അതായത് നമ്മുടെ സേമിയ പായസം. അത് തൂമിക്കാൻ മടിച്ചിട്ട് ഞാൻ നെയ്യ് ഡയറക്റ്റ് അതിലോട്ട് തന്നെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നട്ട്സും കിസ്മിസൊക്കെ നമ്മൾ ഓൾറെഡി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമ്മുടെ സുർബിയാനക്ക്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഫുൾ കോൺസെൻട്രേഷൻ ഈ റൈസിലോട്ടാണ്. അപ്പോൾ അതാ അതിനുള്ള മസാലയൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വയറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയൂല, അതുകൊണ്ട് ഇപ്പച്ചിനെ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2.5 കിലോൻ്റെ അടുത്ത് നമ്മൾ വെക്കുന്നുണ്ട് ഫുഡ്. പിന്നെ പത്തിരിയും വേറെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് തന്നെ ധാരാളം. പിന്നെ നമ്മൾ ബാക്കിയുള്ള അലങ്കാര പരിപാടികൾ അതും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ഈ വക സാധനങ്ങളെല്ലാം നല്ലോണം അങ്ങോട്ട് വിതറി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും കുറച്ച് ബിരിയാണി മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മുസമ്പിയുടെ തൊലിയോ ഓറഞ്ചിൻ്റെ തൊലിയോ എന്താ വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഓറഞ്ച് തൊലിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചോയ്ക്കോ ഇല്ലയോ എന്നുള്ള ഒരു പേടി എല്ലാവർക്കും നല്ലോണം ഉണ്ടാവും, പക്ഷേ ഇത് ഒരു ഫ്ലേവറും വരില്ല. എന്നാൽ ഇതിനൊരു പ്രത്യേക, അതായത് ഇതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ഫ്ലേവർ ആ റൈസിലോട്ട് അങ്ങോട്ട് ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അതവിടെ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞൊടിയിടയിലാണ് നമ്മൾ ഈ ഒരു സംഭവം ഫിക്സ് ചെയ്തത് കേട്ടോ, അതായത് കൊക്കുവട ഉണ്ടാക്കാനുള്ള സംഭവം. ഇത് യാതൊരുവിധ പ്ലാനും ഇല്ലാതെയാണ് ചെയ്യണത്, അപ്പക്കപ്പളെ ഉണ്ടാക്കിയെടുക്കുവാണേ. അപ്പോൾ ബീഫ് കൊക്കുവടയാണ് ഉണ്ടാക്കുന്നത്. ബീഫിൽ നിന്ന് കുറച്ച് ബീഫൊക്കെ അങ്ങോട്ട് എടുത്ത്, അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന് അതൊക്കെ എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സാക്കി സെറ്റാക്കി എടുക്കന്നെ. അപ്പോൾ ഇതവിടെ വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അതായത് വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട്, സമയം 4-5 മണി ആയിട്ടുണ്ട്. ഇതുവരെ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ അവിടെ സെറ്റാക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നപ്പോഴേക്ക് ഇത് അവിടെ ഫ്രൂട്ട്സ് കട്ടിങ്ങിൻ്റെ പരിപാടികളൊക്കെ എല്ലാം ആങ്ങളെയും പെങ്ങളും കൂടെ കൂടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് യെല്ലോ വത്തക്കയാണ്, അതാണ് അതിൻ്റെ ആ ഒരു ബാക്ക് പോർഷൻ ആ ഒരു കളറ് കാണുന്നത്. ദെൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന സ്ഥിതിക്ക് തന്നെ ഞാൻ മാവ് ഓൾറെഡി സെറ്റാക്കി വെച്ചിരുന്നല്ലോ കൊക്കുവടക്കുള്ള, അപ്പോൾ അതും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് ഒരു 1-2 ട്രിപ്പ് മാത്രമേ ഞാൻ പൊരിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് നാത്തും വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബാക്കി ആളാണ് പൊരിച്ച് സെറ്റാക്കിയത് കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ആ ഒരു മൊത്തത്തിലുള്ള സമാധാനക്കേടായിരുന്നു കേട്ടോ എനിക്ക്. എൻ്റെ ഏറ്റവും വലിയ സമാധാനക്കേടാണ് ഇതാ ഈ കാണുന്നത്. ഇതിൻ്റെ തന്നെ സ്വഭാവം എപ്പോഴാണ് മറിയണേന്നറിയില്ല. ചിലപ്പോൾ വീഡിയോ എടുത്തോ എന്ന് പറയും, ചിലപ്പോൾ എടുക്കണ്ടെന്ന് പറയും. എൻ്റെ പെരയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി വീഡിയോ എടുക്കും. റീച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇറാനി പോള കട്ടിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞത്, ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇത് എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് ഞാനിതാ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടി ഇത് തികയില്ലേ എന്ന് പേടിച്ചിട്ടായിരുന്നു നമ്മൾ കുറച്ച് കൊക്കുവടയും കൂടെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ആ ഒരു പ്ലാനിലെത്തിയത്. പക്ഷേ ഇത് സംഭവം കട്ട് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഫീൽ ചെയ്തേ. ഇതന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നി. എന്നാലും കുഴപ്പമില്ല, കൂട്ടത്തിൽ നമുക്ക് കൊക്കുവടയും കൂട്ടാമല്ലോ. അപ്പോൾ ഇരിക്കട്ടെ, അതായാലും ഇതായാലും സംഭവം സെറ്റല്ലേ. ഒരു 2-3-4 വീതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കും അതൊരു പവറാണല്ലോ. പിന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് സെറ്റാക്കണ തിരക്കിലായിരുന്നു കേട്ടോ. അതായത് ഒക്കെ കൊണ്ടുപോയി വെക്കാനായല്ലോ. അപ്പോൾ ജ്യൂസൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നിഷും ഈ സമയമായപ്പോഴേക്ക് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ ഇസുട്ടനും സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ മേമയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഐബുട്ടൻ അവിടെ മേത്ത് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ.
ചൂച്ച ലെറ്റ്സ് ഇങ്ങോട്ട് നോക്ക കോയ് കോയ് അതന്നെയാണ് അയ്യോ നമ്മളെ ലൈഫിലുള്ള എല്ലാ മൊമെൻറ്റ്സും ഇങ്ങനെ വീഡിയോ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് പിന്നീട് കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു സ്വയം സന്തോഷം തോന്നൂല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കുന്നത്. സ്വന്തമായിട്ടൊരു വീടാവുക, അതിലിങ്ങനെ നമ്മൾ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ ആർക്കായാലും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു സമയത്ത് എനിക്ക് പ്രൗഡ് ഫീൽ എന്നൊക്കെ പറയില്ലേ, അത് സ്വയം തോന്നിപ്പോവേനെ. അതായത് രാവിലെ അത്താഴം കഴിഞ്ഞ ഉടനെ ഇറങ്ങിയതാണ് കിച്ചണിക്ക്. ഈ ഒരു നേരായപ്പോഴേക്ക് ഈ ടേബിളിൻ്റെ മണ്ടയിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ നിരന്ന് കിടക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. ഇതിൻ്റെ പിന്നിൽ അത്യാവശ്യം നല്ലോണം എഫേർട്ട് ഇടന്നെ വേണം. ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതാ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ ഇങ്ങോട്ട് കൊടുന്ന് വെക്കുവാണ്. ഈത്തപ്പഴമായിട്ടും പിന്നെ നമ്മൾ ഫ്രൂട്ട്സും ജ്യൂസും തരിയും അതേപോലെ തന്നെ സ്നാക്സും എല്ലാം ദാ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഉപ്പൂടെ കുറത്ത് അവിടുന്ന് എടുത്തത് നന്നായിട്ട് ഇങ്ങോട്ട് വാത്താത്ത ഇങ്ങോട്ടൊക്കെ കൊക്കോടൻ്റെ കളറൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രൗഡ് മൊമെൻ്റ് ഉണ്ടല്ലോ, അതൊക്കെ വീണ്ടും വീണ്ടും തോന്നിക്കൊണ്ടിരിക്കും നമുക്കിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. കുറച്ച് ഇവിടെയും സെറ്റാക്കിയിട്ടുണ്ട്, അതായത് മുതിർന്നവർക്ക്. കുട്ടികൾക്കുള്ളത് ഇതാ അവിടെയും സെറ്റാക്കിയിട്ടുണ്ട്. ലേഡീസ് പിന്നെ കിച്ചണിലായിരിക്കുമല്ലോ, അതങ്ങനെ വരുള്ളൂ. ലേഡീസ് എന്നും പറഞ്ഞ് ഏതാണ് ഒരു ജെൻസ് ഇവിടെ ഇരിക്കണമെന്ന് കരുതണ്ട. ഇതെൻ്റെ നാത്തൂൻ്റെ ചെറുക്കനാണ്. ആൾക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ നമ്മളെ കൂട്ടത്തിൽ വന്നിരുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ജ്യൂസും ഫ്രൂട്ട്സും സ്നാക്സും എല്ലാം കഴിച്ച് നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡിൻ്റെ പരിപാടിയിലോട്ട്, അതായത് നമ്മുടെ മെയിൻ ഫുഡിൻ്റെ പരിപാടിയിലോട്ട് കിടക്കുന്നത്. ചോറൊക്കെ ഓൾറെഡി നമ്മൾ ദം ചെയ്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് സെറ്റാക്കി എടുക്കണം. അങ്ങനെ ഇതാ മസാല വേറെയും റൈസ് വേറെയും ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതായത് രണ്ടും രണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മസാല മിക്സ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. റൈസ് മിക്സ് ചെയ്യാൻ ഈ ഒരു ബിരിയാണി പോട്ടിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനതാ ഒരു ചെമ്പട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ ഓറഞ്ച് തൊലിയുടെ ആ ഒരു ഫ്ലേവർ, അത് കയ്പ്പ് രുചിയൊന്നുമില്ല, പക്ഷേ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ചൊയുണ്ട്. അതൊക്കെ ഈ റൈസിലോട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. ചോറ് പൊട്ടിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ആ ഓറഞ്ച് തൊലിയൊക്കെ മാറ്റി വെച്ചിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ മിക്സ് ആക്കുന്ന ടൈമിലൊക്കെ അതൊക്കെ കിടന്ന് ആകെ മിക്സ് ആയിപ്പോവും, അതായത് ഇങ്ങനെ ഓവറായിട്ട് അതിലിങ്ങനെ കിടന്ന് കളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചു. ഇപ്പോൾ വീണ്ടും അതിൽ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കണോണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഷോക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ്. അങ്ങനെ ദാ നമ്മൾ 2-3 പ്ലേറ്റുകളിലായിട്ട് ചോറൊക്കെ ഇവിടെ വിളമ്പി സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സൈഡിൽ എൻ്റെ മസാലയും ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ദാ ബീഫും തൈരും അച്ചാറും എല്ലാം കൂടെ നമ്മൾ നിരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പത്തിരിയും ഉണ്ടായിരുന്നേ. കുറച്ച് പത്തിരിയായിട്ട് ഇനി ഇവിടെ ഉണ്ടാക്കാനാവില്ല വിചാരിച്ചിട്ട് നമ്മൾ അതിവിടെ ഉണ്ടാക്കിയിട്ടില്ല, പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ദാ എല്ലാം നമ്മൾ ആക്കി വെച്ച സ്ഥിതിക്ക് ഇനി ഇതൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പം എൻ്റെ ഒരു ഒലക്കമ്മൽ ഓറഞ്ച് തൊലി എന്നും പറഞ്ഞിട്ട് അയിമൊന്ന് എടുത്തിടുകയാണ് കേട്ടോ. ആൾക്ക് ഞാനത് വെച്ചത് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാനത് ജസ്റ്റ് ഷോക്ക് വേണ്ടി വെച്ചതായിരുന്നേ. എന്തായാലും ഇതാ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. എല്ലാവരും ഇരുന്നിട്ട് അതൊക്കെ കഴിക്കണുണ്ട്. നമ്മളിപ്പോഴൊന്നും കഴിച്ചിട്ടില്ല. ഇവരുടെ ആ ഒരു തിരക്കും കുട്ടികളുടെ ആ ഒരു തട്ടിത്തടച്ചിലും ഒക്കെ അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം സമാധാനപരമായിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ ദാ കുട്ടികളൊക്കെ കഴിക്കണുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് ദാ ഈ ചെറുക്കന് അത്ര വലിയ ഇഷ്ടമില്ല, അപ്പോൾ അവൻ ഓരോ കോപ്രായം കാണിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഓരോരുത്തരായിട്ട് പോവാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നേരം വെളുത്താൽ സ്കൂളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എല്ലാവർക്കും പോകണം. ഹൈബുട്ടൻ്റെ ലോകം എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്, അതായത് നമ്മൾ മാത്രമേ അവന് കാണുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇവരെല്ലാവരും വന്ന് പിന്നെ പെട്ടെന്ന് പോവാന്ന് പറയുന്നത് അവൻ്റെ കുഞ്ഞു മനസ്സിന് എന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവൻ ഇളക്കാൻ വേണ്ടിയിട്ട് ഓരോത് കാട്ടണുണ്ട്.
അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ നോമ്പ് തുറപ്പിക്കലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞ്. ഇനി ഇൻഷാ അല്ലാ അടുത്ത നോമ്പിനും നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ പഠിച്ചോ നമുക്ക് തരട്ടെ അല്ലേ. ഇന്നത്തെ വീഡിയോ ഒരല്പം ലെങ്ത്ത് കൂടുതലാണ്. എത്ര ചെറുതാക്കാൻ നോക്കിയിട്ടും ചെറുതാവണില്ല. അപ്പോൾ ഇത് കണ്ട് തീർത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുകയും കൂടെ ചെയ്യണേ. മറക്കാണ്ട് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.